ശാശ്വതികാനന്ദ കൊല്ലപ്പെട്ടത് തന്നെയെന്ന് കെ.ആർ. ഗൗരിയമ്മയുടെ വെളിപ്പെടുത്തൽ. തന്റെ പ്രൈവറ്റ് സെക്രട്ടറി മോഹൻദാസ് ചില കാര്യങ്ങൾ തന്നോട് പറഞ്ഞിരുന്നു. സ്വാമി മരിക്കുന്ന ദിവസം ആലുവ പുഴയിൽ സ്വാമിയോടൊപ്പം മറ്റൊരാൾ ഉണ്ടായിരുന്നുവെന്നും കെട്ടിടത്തിന്റെ മുകളിൽ വെച്ച് ഇക്കാര്യം കണ്ടെന്ന് മോഹൻദാസ് തന്നോട് പറഞ്ഞുവെന്നും ഗൗരിയമ്മ വെളിപ്പെടുത്തുന്നു. ശാശ്വതികാനന്ദൻ മോഹൻദാസ് എന്ന് പറയുന്ന അന്ന് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷനാണ്. അതേ എന്നോട് പറഞ്ഞത് സ്വാമിയും വേറൊരാളും അപ്പുറത്ത് ദ്വീപിൽ നിന്ന് നീന്തി വരുന്നത് കണ്ടതാണ്. അല്ലാതെ അയാൾ മരിക്കുന്നതൊന്നും അയാൾ കണ്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ എൻ്റെ താഴെ എങ്ങനെയാണ് മരിക്കുന്നതെന്നൊന്നും അങ്ങനെ കണ്ടു. അന്നാണ് പിറ്റേ ദിവസമാണ് അന്ന് രാവിലെ മരണപ്പെടുന്നല്ലേ? അല്ല, ഞാൻ ചെന്ന അന്ന് രാവിലെ അല്ല, 2 ദിവസത്തിനാണ്. അതൊന്നും എനിക്ക് നല്ല ഓർമ്മയില്ല. 1-2 ഏതായാലും 2 ദിവസത്തിനപ്പുറം പോയിട്ടില്ല. അല്ല, ഈ നീന്തി വരുന്ന അന്നത്തെ അന്ന് തന്നെയാണോ മരണപ്പെടുന്നത്? അന്നാണ് മരിക്കുന്നത്. അവിടെ നിന്ന് നീന്തി വന്ന് ഈ താഴെ വന്നാണ് മരിക്കുന്നത്. അതുകൊണ്ട് മരിക്കുന്നത് അങ്ങേര് കണ്ടില്ലെന്ന് നീന്തി വരുന്ന കണ്ടെന്ന് എന്നോട് പറഞ്ഞതാണ്. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു അവരുണ്ടായിരുന്നു. അങ്ങേര് ശാശ്വതികാനന്ദൻ്റെ കൂടെ വേറെ ഒരുത്തനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നീന്തി വരുന്ന ആരാണെന്നാണ് ഓർക്കായിരുന്നു. അന്ന് ശാശ്വതികാനന്ദൻ അവിടെ മരിച്ചു എന്ന് പറയുന്നതുകൊണ്ട് അപ്പോൾ വർത്തമാനം പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഗൗരിയമ്മയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതെന്ന് SNDP യോഗം മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗർ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏതായാലും ഇതെല്ലാം വളരെ വിശദമായ പരിശോധന അർഹിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. ഈ വെളിപ്പെടുത്തലുകളുടെയൊക്കെ നിജസ്ഥിതിയെ പറ്റിയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടെല്ലാം വളരെ സമഗ്രമായ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ നമുക്കിതിന്റെ സത്യം എന്താണെന്ന് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹോദരി ശാന്തമ്മ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്നും ശാന്തമ്മ പറഞ്ഞു. ഈ വിഷയത്തിൽ പാർട്ടിയുടെ സഹായവും പിന്തുണയും ശാശ്വതികാനന്ദയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിക്കാനാണ് തീരുമാനം. ഹൈക്കോടതിയെ വിമർശിച്ച് VM സുധീരൻ. വെള്ളാപ്പള്ളി നടേശന്റെ കേസിൽ ഹൈക്കോടതി പരാമർശം അനുചിതവും അധികാരപരിധി ലംഘിക്കുന്നതുമെന്ന് VM സുധീരൻ വിമർശിക്കുന്നു. കേസ് ഡയറി പരിശോധിക്കാതെയാണ് പരാമർശമെന്നും സുധീരൻ പറഞ്ഞു. അതേസമയം കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയെന്ന് K. മുരളീധരനും കുറ്റപ്പെടുത്തി. 10 ലക്ഷം കൊടുത്ത് വീട്ടുകാർക്ക് ജോലിയെ കൊടുത്തു. ഇവിടെ ജാതിയില്ല മതമില്ലെന്ന് വളർത്തുന്നില്ലേ? വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം മതവിദ്വേഷമുണ്ടാക്കുമെന്ന് കരുതാനാകില്ലെന്ന ഹൈക്കോടതിയുടെ പരാമർശം അധികാരപരിധി ലംഘിച്ചാണെന്നാണ് സുധീരന്റെ വിമർശനം. വെള്ളാപ്പള്ളിയുടെ പ്രസംഗം വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കിയെന്ന പരാതി അന്വേഷണ ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന് കോടതി നടത്തിയ പ്രസ്താവന അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും സുധീരന്റെ പ്രസ്താവനയിൽ പറയുന്നു. പ്രസംഗിച്ച ഉടനെ വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ ആഭ്യന്തര വകുപ്പ് വീഴ്ച വരുത്തിയെന്ന് K. മുരളീധരനും പ്രതികരിച്ചു. അത് കുറെ കൂടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി. അതായത് ഇത് പ്രസംഗം നടത്തിയ ഉടനെ, അതായത് ഒരു ജീവൻ ത്യജിച്ച ഒരു നല്ല മനുഷ്യനെ കുറിച്ച് അദ്ദേഹം ജനിച്ച ജാതിയെ കുറ്റപ്പെടുത്തിയപ്പോൾ ശക്തമായി അന്ന് തന്നെ ആക്ഷൻ എടുക്കേണ്ടതായി. അത് ഒരു മുൻകൂർ ജാമ്യം കിട്ടിയത് ദൗർഭാഗ്യകരമായിപ്പോയി. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ആ കേസ് അന്ന് തന്നെ എടുത്ത് അദ്ദേഹത്തിന് നേരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ വീഴ്ച പറ്റി. പരാമർശങ്ങൾ നീക്കിക്കിട്ടുന്നതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സുധീരനോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാലസംഘം ജില്ലാ പ്രസിഡന്റിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അജയ് അശോകിനെയാണ് പേട്ട സബ് ഇൻസ്പെക്ടർ അസഭ്യവർഷം ചൊരിയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ അജയ് അശോകനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുചക്ര വാഹനത്തിൽ പോകുകയായിരുന്ന അജയ് അശോകനെ ഒരു കാരണവുമില്ലാതെ പേട്ട SI വാഹനത്തിൽ വെച്ചും സ്റ്റേഷനിൽ വെച്ചും മർദ്ദിച്ചുവെന്ന് കാട്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ CPIM DYFI പ്രവർത്തകർ സ്റ്റേഷനിൽ എത്തി പ്രതിഷേധം രേഖപ്പെടുത്തി. CPIക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ജാഥ നയിക്കുന്നവർ മുഖ്യമന്ത്രിയാകണമെന്നില്ല എന്നത് CPIയുടെ അഭിപ്രായമെന്ന് VS പറഞ്ഞു. പന്ന്യൻ രവീന്ദ്രൻ്റേത് CPIയുടെ നിലപാടായി മാത്രം കണ്ടാൽ മതിയെന്നും VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. അഭിപ്രായം പറഞ്ഞത് CPI നേതാക്കളാണല്ലോ എന്നും VS അച്യുതാനന്ദൻ കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം. മലപ്പുറം മമ്പാട് MES കോളേജിലെത്തിയ മുഖ്യമന്ത്രിക്കെതിരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു.
കോളേജുകൾക്ക് സ്വയംഭരണാവകാശം നൽകുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയത് ഏറെ നേരം സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പ്രതിഷേധക്കാരെ മാറ്റിയതിനു ശേഷമാണ് പരിപാടികൾ പുനരാരംഭിച്ചത്. ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ അടുത്ത മാസം 3 കണ്ണൂരിലെ സംസ്ഥാനതല യോഗ പ്രദർശനം വൻ വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നു. മാനസികവും ശാരീരികവുമായ കരുത്ത് വർദ്ധിപ്പിച്ച് ആരോഗ്യപൂർണ്ണമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന യോഗ പ്രദർശനം ലോകപ്രശസ്ത യോഗാചാര്യൻ ശ്രീ M ഉദ്ഘാടനം ചെയ്യും. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും രോഗമുക്തമായ സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും ശാരീരികവും മാനസികവുമായ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്റർ എന്ന സംഘടന സംസ്ഥാനതല യോഗ പ്രദർശനം ജനുവരി 3 കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കും. ലോകപ്രശസ്ത യോഗാചാര്യൻ ശ്രീ M ഉദ്ഘാടനം ചെയ്യുന്ന യോഗ പ്രദർശനത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട യോഗ പരിശീലനം സിദ്ധിച്ച 1000 പേരാണ് പങ്കെടുക്കുക. ജാതി മത വർഗ ലിംഗ വ്യത്യാസമില്ലാതെ യോഗയെ ജനകീയമാക്കുന്ന സംരംഭം CPIM പിന്തുണയോടെയാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ യോഗ സ്റ്റഡി സെൻറ്റർ ഞങ്ങൾ മനസ്സിലാക്കിയത് കൃത്യമായിട്ട് എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ രാഷ്ട്രീയ വിശ്വാസികൾക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ലിംഗവ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കും പുരുഷനും പഠിക്കാവുന്ന ഒരു സിലബസ് രൂപപ്പെടുത്തിക്കൊണ്ടാണ് യോഗ പരിശീലനം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. യോഗ പ്രദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ യോഗ ന്യൂസ് ഫേസ്ബുക്ക് ഫെൻസിംഗ് താരം റിനീഷ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. യോഗ പ്രദർശനത്തിന്റെ പ്രചരണാർത്ഥം ജനുവരി 2 വൈകുന്നേരം 4 മണിക്ക് കണ്ണൂരിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ലോകമെങ്ങുമുള്ള വിശ്വാസികൾ നാളെ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. കേരളത്തിലെ ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാ കുർബാന ഉണ്ടാകും. കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പിണറായി വിജയൻ ക്രിസ്മസ്, നബിദിന, തിരുവാതിര ആശംസ നേർന്നു. മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പ്രചോദനം പകരുന്നതാകട്ടെ ഉത്സവവേളയെന്ന് പിണറായി വിജയൻ ആശംസിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് പിണറായി വിജയന്റെ ആശംസ. പൊതുപരീക്ഷയ്ക്ക് മികച്ച വിജയം നേടിയെടുക്കാനായി SSLC +2 വിദ്യാർത്ഥികൾക്കായി അധ്യാപകരുടെ വക രാപ്പകൽ ക്ലാസ്. തിരുവനന്തപുരം SMV ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പതിവ് പോലെ ഇക്കുറിയും രാപ്പകൽ ക്ലാസ് ഒരുക്കിയിട്ടുള്ളത്. പാഥേയം 2016 എന്ന പേരിലാണ് തിരുവനന്തപുരം SMV ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാപ്പകൽ ക്ലാസിന്റെ 1ാം ഘട്ടം നടന്നത്. SSLC +2 പൊതുപരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ഒരുക്കിയ ക്ലാസ്സിൽ SMV സ്കൂളിലെ അധ്യാപകർക്കൊപ്പം സബ്ജക്റ്റ് എക്സ്പേർട്ടുകളും വിദ്യാർത്ഥികൾക്കായി ക്ലാസുകളെടുത്തു. A+ പ്രതീക്ഷ ഉള്ളവരും 2 വിഷയങ്ങൾക്കെങ്കിലും പരാജയപ്പെടുമെന്ന് ഭയമുള്ളവരുമടക്കം 105 കുട്ടികളാണ് ഈ രാപ്പകൽ ക്ലാസ്സിൽ. ചിട്ടയായ പഠനക്രമവും അതിനുവേണ്ട നല്ലൊരു അന്തരീക്ഷമൊരുക്കലും ഇവയൊക്കെ ക്ലാസിൻ്റെ വിജയമായി കവിയും സ്കൂൾ പ്രിൻസിപ്പളും കൂടിയായ മുരുകൻ കാട്ടാക്കട ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ വരുന്ന സാധാരണക്കാരായ കുഞ്ഞുങ്ങളാണ്, മക്കളാണ്. അവർക്ക് ചിലപ്പോൾ ചില വിഷയങ്ങളിലൊക്കെ അല്പം താഴെ നിൽക്കാം, ചിലപ്പം പഠിക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവില്ല, വീട്ടിലേനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള മക്കളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, ആ ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. രാപ്പകൽ ക്ലാസിന്റെ 1ാം ഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികളും വാചാലരാവുകയാണ്. എല്ലാം നല്ല നല്ല ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു. എല്ലാ ക്ലാസ്സും നല്ലൊരുത്ത് മനസ്സിലായി. നമുക്ക് ഇതിന് നമ്മൾ സാറിന് നമുക്ക് നന്ദി പറയാനുണ്ട്. നൈറ്റ് ക്ലാസ്സിന് നമ്മൾ ഇനി വീണ്ടും ഈ ക്ലാസ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും. അധ്യാപകരും രക്ഷിതാക്കളും രാപ്പകൽ ക്ലാസ്സിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. സ്കൂൾ HM V ഉഷാകുമാരി. ഒരുപാട് പേരൻസ് ഇങ്ങോട്ട് വന്നിട്ട് ടീച്ചർ ഞങ്ങളെ കുട്ടികളെ കൂടെ ഇരുത്തട്ടെ, പറഞ്ഞു വിടട്ടെ. ഞാൻ പറഞ്ഞു ഓക്കെ, 100% സപ്പോർട്ട് കൊടുത്തപ്പോൾ അവർ വീണ്ടും അങ്ങനെയും കുട്ടികൾ വന്നിട്ടുണ്ട്. അധ്യാപകരും പേരൻസും പൂർണ്ണ സപ്പോർട്ടാണ്. തലസ്ഥാനത്തെ IAS IPS ഉദ്യോഗസ്ഥരടക്കം പ്രമുഖ വ്യക്തിത്വങ്ങളുമായുള്ള സംവാദവും ക്ലാസിന്റെ പ്രത്യേകതയാണ്. അടുത്ത മാസം ആദ്യം തന്നെ 2ാം ഘട്ട ക്ലാസുകൾ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപകർ. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പ്രധാന കാരണം അനിയന്ത്രിതമായ ഇന്ധന വില വർധനവ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ചരക്ക് കടത്തുകൂലി ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. ഈ വർധനവിന്റെ ദുരിതഫലം അനുഭവിക്കുന്നതാകട്ടെ സാധാരണക്കാരും. പച്ചക്കറിയോ പലവ്യഞ്ജനമോ വാങ്ങാൻ മാർക്കറ്റിലിറങ്ങിയാൽ എല്ലാറ്റിനും പൊള്ളുന്ന വില. വിലവർധനവിനെക്കുറിച്ച് കച്ചവടക്കാർക്കിടയിൽ പല അഭിപ്രായങ്ങളാണ്. എന്നാൽ അടിസ്ഥാന കാരണം എപ്പോഴും ഒന്നു തന്നെയെന്ന് ഇവരിൽ പലരും ശരിവെച്ചു. അരിയും പഞ്ചസാരയും പച്ചക്കറിയുമെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടിറക്കുമ്പോൾ ഒരു ലോഡിന് 20,000 രൂപയിലധികം എണ്ണി കൊടുക്കണം. 5 വർഷം മുൻപ് ഇത് 10,500 രൂപയായിരുന്നു. എന്നുവച്ചാൽ ഇന്ധനവിലയ്ക്കനുസരിച്ച് പലചരക്ക് പച്ചക്കറി വിലയും കുതിക്കുമെന്നർത്ഥം. കച്ചവടക്കാർ പറയുന്നത് ഇങ്ങനെ: കർണാടക, ആന്ധ്ര,
തമിഴ്നാട് എന്നൊക്കെ നമുക്ക് സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ അതിൻ്റെ ചിലവുകളുണ്ട്. അതും ജനങ്ങളിലേക്ക് ആണ് എത്തുന്നത്. വാടക ആദ്യം പറഞ്ഞ കൂലിച്ചെലവ് ആദ്യം പറഞ്ഞ. ക്രൂഡ് ഓയിൽ വില 3 പതിറ്റാണ്ട് മുൻപത്തെ അവസ്ഥയിലെത്തിയെങ്കിലും പെട്രോൾ ഡീസൽ വില കുറയ്ക്കാത്തത് സാധാരണക്കാരന്റെ നടുവടിക്കുന്നുവെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. ഗവൺമെൻറ് ഈ എണ്ണ കമ്പനികളെ പ്രോത്സാഹിപ്പിച്ച് വില കൂട്ടണം. അവർ ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി അവർ വില കുറയ്ക്കാൻ ബാധ്യസ്ഥരാകും. ഈ ഒരു ദിവസം കുറയ്ക്കും, 2 ദിവസം കയറ്റും. അവശ്യ വസ്തുക്കൾ പോലും സാധാരണക്കാരന് അപ്രാപ്യമാവുന്ന സാഹചര്യത്തിൽ ഇന്ധനവില കുറയ്ക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് കച്ചവടക്കാരും ഉപഭോക്താക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു. പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് വാഹനയാത്രക്കാരെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്, സാധാരണക്കാരന്റെ മേലും ഈ വിലവർദ്ധനവ് വലിയ പ്രഹരം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം KM ഉമേഷ്. ശബരിമലയിൽ മാളികപ്പുറം മേൽശാന്തിയെ പോലീസ് തടഞ്ഞതായി ആക്ഷേപം. കാണിക്കപ്പണവുമായി അയ്യപ്പ സന്നിധിയിലെത്തിയ മാളികപ്പുറം മേൽശാന്തി ES ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെയാണ് പോലീസുകാരൻ തടഞ്ഞത്. പിന്നീട് ദേവസ്വം ഗാർഡുമാരാണ് മേൽശാന്തിയെ നടയിലേക്ക് വിട്ടത്. ദീപാരാധനയ്ക്ക് ശേഷം മാളികപ്പുറത്തു നിന്നും മേൽശാന്തി എല്ലാ ദിവസവും അയ്യപ്പ സന്നിധിയിലെത്തി കാണിക്കപ്പണം സമർപ്പിക്കാറുണ്ട്. വടക്കേ നടവഴിയെത്തി കാണിക്കപ്പണവും സമർപ്പിച്ച ശബരിമല തന്ത്രിയെയും മേൽശാന്തിയെയും കണ്ട് പ്രസാദവും നൽകി മടങ്ങുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ ദിവസം കാണിക്കപ്പണവുമായി എത്തിയ മാളികപ്പുറം മേൽശാന്തി ES ഉണ്ണികൃഷ്ണനെ വടക്കേ നടയിൽ പോലീസുകാരൻ തടയുകയായിരുന്നു. മാളികപ്പുറം മേൽശാന്തിയാണെന്ന് ഒപ്പമുണ്ടായിരുന്ന ഗൺമാൻ പറഞ്ഞിട്ടും പോലീസുകാരൻ തന്നെ കടത്തിവിട്ടില്ലെന്ന് മേൽശാന്തി പറയുന്നു. എന്തായാലും പറയാം, അവരത് മനസ്സിലാക്കേണ്ടതാണ്, ചോദിക്കേണ്ട ആവശ്യമില്ല. അവർ മറ്റുള്ളവരിൽ നിന്നത് ഇത്ര ഗൗരവമായിട്ടൊരു വ്യക്തി പോകുമ്പോൾ ഓഫീഷ്യൽസിനോട് മനസ്സിലാക്കേണ്ടതാണ് ആരായാലും. പിന്നീട് ദേവസ്വം ഗാർഡുമാരെത്തിയ ശേഷമാണ് തന്നെ നടയിലേക്ക് വിട്ടതെന്നും സംഭവം തന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ തന്ത്രി അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇപ്പം ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു അവരായിട്ട് നിർവഹിക്കേണ്ടി വരും ചടങ്ങ്. എന്നാൽ സംഭവത്തിൽ തനിക്ക് പരാതിയില്ലെന്നും മാളികപ്പുറം മേൽശാന്തി ES ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. തീർത്ഥാടകരോട് ചില പോലീസുകാർ പരുഷമായി പെരുമാറുന്നുവെന്ന പരാതി വ്യാപകമാവുന്നതിനിടെയാണ് മാളികപ്പുറം മേൽശാന്തിക്കും പോലീസുകാരനിൽ നിന്ന് ദുരനുഭവമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. AKG പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന 4ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. AKG സെന്ററിൽ നടന്ന ചടങ്ങിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ് ലോഗോ പ്രകാശനം ചെയ്തത്. പഠന കോൺഗ്രസിൽ അംഗീകരിക്കുന്ന നയസമീപനങ്ങൾ LDF ചർച്ച ചെയ്ത് പ്രകടന പത്രികയുടെ ഭാഗമാക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി.